പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടച്ചതമ്പുരാൻ്റെ കാരുണ്യവും സമാധാനവും രക്ഷയും നാഥൻ നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കരുണാവാരിധിയായ നാഥൻ്റെ അടിയാറുകളായ സത്യവിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ ഗുണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുർഖാനിൽ എന്താണ് പറഞ്ഞത് എന്ന് കേട്ടുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. സദഖല്ലാഹുൽ അലിയുൽ അദീം. കരുണാവാരിധിയായ അള്ളാഹുവിൽ വിശ്വസിച്ച അവൻ്റെ അടിയാറുകളുടെ മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് ഈ ആയത്തിൽ പറയുന്നത്, അവർ പാതിരാത്രി, അവരുടെ രാത്രി സമയം അവർ കഴിച്ചു കൂട്ടുന്നവരാണ്. എങ്ങനെ കഴിച്ചു കൂട്ടുന്നവരാണ്? നിന്നുകൊണ്ട്. ഉദ്ദേശം എന്താ? നമസ്കാരം. അതുപോലെ തന്നെ സുജൂദ് ചെയ്തുകൊണ്ടും. നമസ്കാരം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും, ചിലപ്പോൾ സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എല്ലാ മനുഷ്യരുടെയും പകൽ ജീവിതം പോലെയല്ല നമ്മുടെ പകൽ ജീവിതം. ആണോ? അല്ല. എല്ലാവരുടെയും രാത്രി ജീവിതം പോലെ ആണോ നമ്മുടെ രാത്രി ജീവിതമല്ല. അതിൽ നമ്മൾ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങും. നമ്മളോ? നമ്മൾ സുഖമായിട്ട് ഉറങ്ങും, ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കും. രാത്രിയുടെ നമ്മുടെ ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാവും. പകലിലെ ജീവിതത്തിന് ടൈം ടേബിൾ ഇല്ലേ? സ്കൂളിലില്ലേ? കോളേജിലില്ലേ? ഉണ്ട്. ലൈഫിന് തന്നെ എന്ത് ചെയ്യണം? നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാവണം. എന്താ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമയക്രമീകരണം. LKG UKG ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ചെറുപ്പം മുതൽ തന്നെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്ന, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണെന്ത്? ടൈം ടേബിൾ. അപ്പോൾ ടൈം ടേബിളിൽ വലിയൊരു സത്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താ കാരണം? നമ്മുടെ ജീവിതം ഡിസോർഡർ ആവാതിരിക്കാൻ, ജീവിതം ഒന്ന് ഓർഡർ ആവാൻ എന്ത് വേണം? നമുക്ക് ടൈം ടേബിൾ വേണം. രാത്രിയുടെ നമ്മുടെ ജീവിതത്തിനൊരു ടൈം ടേബിൾ ഉണ്ടാവണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ അറിയോ? ഞാൻ എൻ്റെ രാത്രിയെ 3ആയി തിരിച്ചിരിക്കുന്നു. രാത്രിയുടെ ആദ്യ ഭാഗം ഞാൻ പഠിക്കാൻ ഉപയോഗിക്കും, മധ്യഭാഗം ഉറങ്ങാൻ ഉപയോഗിക്കും, അവസാന ഭാഗം ഞാൻ ആരാധനകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലേ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു, എങ്ങനെ സമയം കിട്ടിയെന്ന്? അത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പിൻപറ്റിയതുകൊണ്ടാണ്. എന്താ ഹദീസ്? ഇശ കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ സൊറ പറഞ്ഞിരിക്കരുത്. ഓവാൽത്തുമ്മൽ, ക്ലബിൽ, അല്ലേ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി. ഇശ നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കിടന്നുറങ്ങണം. എന്തിന്? നിങ്ങൾക്ക് നിങ്ങളെ റബ്ബിനോട് പാതിരാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഉറക്കം ശരീരത്തെ പിടിച്ചു വലിക്കും. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഉറങ്ങും. കുറച്ച് കഴിഞ്ഞാലോ നമ്മൾ എഴുന്നേൽക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയാവുമ്പോൾ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്തും ചോദിച്ചോളൂ, എല്ലാം നൽകാം. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തയ്യാറായി നിൽക്കുമ്പോൾ നമുക്കും വേണ്ട ചോദിക്കാൻ സമയം. അതുകൊണ്ട് നമ്മുടെ സമയത്തെ രാത്രി ഒന്നും എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. അങ്ങനെ രാത്രിയിൽ നമ്മളിങ്ങനെ നേരത്തെ എഴുന്നേറ്റാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്ന് അറിയുങ്ങൾ? അതിലൊന്ന്, അല്ലാഹുമ്മ ബാരിക് ഉമ്മത്തി ഫി ബുക്കൂരിഹ. പടച്ചവനെ, എൻ്റെ ഉമ്മത്തികൾ നീ പ്രഭാതത്തിൽ അനുഗ്രഹിക്കണേ എന്ന അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ആർക്ക് കിട്ടി? നമുക്ക് കിട്ടി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാ ജീവജാലങ്ങളും നേരത്തെ എഴുന്നേൽക്കും. പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും മതമാകുന്ന ഇസ്ലാമിൻ്റെ ഭാഗമാകാനും യഥാർത്ഥ മുസ്ലിം ആകാനും അതുവഴി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പാതിരാത്രി നമസ്കാരം നമുക്കൊരു കരുത്താണ്, ആയുധമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പൂർവികരായ ആളുകളൊക്കെ പറയാറുണ്ടായിരുന്നു, രാത്രിയിലെ നമസ്കാരം അഥവാ ഈ തഹജ്ജുദ് നമസ്കാരം ഉണ്ടല്ലോ, അതാണ് വിശ്വാസികൾക്ക് എല്ലാ വിജയങ്ങളും എല്ലാ നേട്ടങ്ങളും നേടിക്കൊടുത്തത് എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് നേടണ്ടേ? നിങ്ങൾക്ക് വിജയിക്കണ്ടേ? നിങ്ങളെ കോഴ്സുകൾ പാസ്സാവണ്ടേ?
നല്ല ജോലി ഉണ്ടാവണ്ടേ, പരീക്ഷയ്ക്ക് മാർക്ക് വേണ്ടേ. അപ്പോൾ അള്ള പറയാണ്, അത് നിങ്ങൾ ഈ ടൈമിനൊന്ന് എണീറ്റിനോട് ചോദിച്ചോളൂ, ഞങ്ങൾക്ക് വേണ്ട എന്താ തരാം. നമുക്ക് ആ ടൈം കൊടുത്തൂടെ, ചോദിച്ചുകൂടെ? പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സമയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഈ പ്രവൃത്തി ചെയ്തവരെ കുറിച്ച്, തഹജ്ജുദ് നിസ്കരിച്ചവരെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഐനല്ലദീ തതജാഫ ജുനൂബുഹും അനിൽ മലാജി, പാതിരാത്രി ഇങ്ങനെ എഴുന്നേറ്റ് നമസ്കരിച്ചവരെവിടെ എന്ന് ചോദിക്കുമ്പോൾ യഖൂമൂന, അവർ എഴുന്നേറ്റ് നിൽക്കും, വഹും ഖലീലുൻ, അവർ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, യദ്ഖുലൂനൽ ജന്നത്ത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകും. അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് നമ്മൾ വിധേയായി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദനവിൻ്റെ കാലം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ജനത മുതൽ അന്ത്യനാളിൻ്റെ തലയിൽ ജനിക്കുന്ന കുട്ടി വരെ സമ്മേളിക്കുന്ന മഹാസമ്മേളനത്തിൽ വെച്ച് അള്ളാഹു നമ്മളെ വിചാരണ കൊണ്ടുവരുമ്പോൾ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, റബ്ബിലേക്ക് മടക്കപ്പെടുന്നൊരു ദിവസം വരാനുണ്ട് എന്നുള്ള ബോധം ഉള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിയുടെ പാതിരാത്രിയെ വിദ്യാർത്ഥി പരമാവധി ഉപയോഗപ്പെടുത്തും. പാതിരാത്രി എപ്പോഴും എഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കുമെന്ന് വേൾഡ് കപ്പിൻ്റെ കാലത്ത് നമ്മൾ തെളിയിച്ചതാണ്. 12:30 കളി റെഡിയാണ്, 2:30 കളി നമ്മൾ റെഡിയാണ്, 4 മണിക്കാണ് കളി നമ്മൾ റെഡിയാണ്, ഇല്ലേ? അപ്പം നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ രാത്രിയിൽ കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അവനുമായി അടുക്കാനുമുള്ള ശ്രമം, സമയം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ആയിക്കൂടെ ഇന്നു മുതൽ ആവട്ടെ, അല്ലേ? പടച്ചവനോട് നമുക്ക് പ്രാർത്ഥിക്കണം. മനസ്സുകളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ മനസ്സിനെ നിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കുന്ന മനസ്സാക്കി മാറ്റണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് കരുണാവാരിധിയായ റബ്ബിൽ വിശ്വസിച്ച അവൻ്റെ അടിയാറുകളുടെ 4ാമത്തെ സ്വഭാവം എന്താണെന്നറിയോ? എന്തിനാണ് അവർ ഈ വിനയം കാണിച്ച് ജീവിച്ചത്? എന്തിനാണ് അവർ കുതർക്കികളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിച്ചത്? എന്തുകൊണ്ടാണ് അവർ പാതിരാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. പടച്ചവനെ, പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിവിടാത്ത നരകം, ആ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്നവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് മരണശേഷം താമസിക്കാൻ നീ അടിയാറുകൾക്ക് കൊടുക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അത്രയും മോശപ്പെട്ട വാസസ്ഥലം വേറെ ഏതുമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു റബ്ബേ. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നരകമോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷവും നമ്മോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ. പടച്ചവനെ, നീ എന്നെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ എന്തിനാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ കാരുണ്യവാനായ റബ്ബിൻ്റെ അടിമകളല്ലേ? ജീവിതത്തിൽ അശ്രദ്ധ കാണിച്ച് ജീവിച്ചവർ, സത്യവിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കാത്തവർ, അക്രമികളായ ആളുകൾ, ഇവർക്കൊക്കെ അല്ലേ നരകം കിട്ടുക? നമ്മളൊക്കെ സ്വർഗത്തിലാവില്ലേ എന്നൊരു സംശയം നമുക്കുണ്ടാവും. നമ്മുടെ സ്വർഗത്തിൽ തന്നെയാണ് പോണത്. നമുക്ക് അള്ളാഹു നരകം തരില്ല, തരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ നരകം ഒരു യാഥാർത്ഥ്യമാണ്. അന്നാറു ഹഖുൻ, നരകം ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന കൂടി നമ്മൾ നടത്തണം എന്നതാണ് ഇതിൻ്റെ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിൽ നല്ല ചൂടുള്ള സമയം, ചുട്ടുപൊള്ളുന്ന വെയിലുള്ള സമയം, ആ സമയത്ത് സ്വഹാബിമാരൊക്കെ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്, പകൽ സമയത്താണ്, പുറത്തിറങ്ങാൻ വയ്യ, അത്രയും ശക്തമാണ്. ആ സമയത്താണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരുവിലൂടെ ഓടി നടന്ന് ഓതുകയാണ്, പറയാണ് അന്നാറു അശദ്ദു ഹർറാ, അന്നാറു അശദ്ദു ഹർറാ, അന്നാറു അശദ്ദു ഹർറാ. എന്താ അർത്ഥം എന്നറിയോ? നരകത്തിൻ്റെ ചൂട് ഈ ചൂടിനേക്കാൾ കഠിനമാണ് കേട്ടോ എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള വഴി നരകത്തിൻ്റെ മുകളിലൂടെയാണ്, അല്ലേ? ഒരു പാലൊക്കെ കടന്നു പോകാണ്ട് നമുക്ക്, കോൺക്രീറ്റ് പാലൊന്നുമല്ല,
അതൊരു ശിക്ഷയുടെ പാലമാണ്. അതുകൊണ്ട് വളരെ സ്ലൈഡായിരിക്കും, എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞതായിരിക്കും, നേർത്ത പാതയായിരിക്കും. അതിൻ്റെ മുകളിലൂടെ പോകണം നമുക്ക്. അമലു സ്വാലിഹാത്തുകളുടെ പിന്തുണയും പിൻബലത്തോടും കൂടി ഇടിമിന്നൽ വേഗതയിൽ അത് മുറിച്ച് കടക്കാൻ കഴിയണം. അപ്പോൾ ആ നരകത്തിലേക്ക് വീഴാതിരിക്കാനുള്ള പ്രാർത്ഥനയാണിത്. വല്ലദീന യഖൂലൂന, അവർ പ്രാർത്ഥിക്കും, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.